ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രജീസ് ഫ്രീ വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ ഉച്ചയൂണാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം. കാരണം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് നാളെ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് പുതിയ കറികൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ നമ്മൾ ചില ദിവസം തട്ടിക്കൂട്ട് കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ കറി ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. ഇന്നിപ്പോൾ ഞാൻ 2 കൂട്ടം കറിയാണ് ഉണ്ടാക്കിയത്. മത്തി മുളകിട്ട് വെച്ചതും അതേപോലെ തന്നെ ഒരു വെണ്ടയ്ക്ക കറിയാണ്. വെണ്ടയ്ക്ക കറിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറിയാണ്. അതേപോലെ തന്നെ മത്തി ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയാവും, പക്ഷേ നമ്മൾ എല്ലാവരും പല രീതിയിലാവും തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനിന്ന് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക കറിയാണ്. അപ്പോൾ മുന്നേ ഞാനൊരു വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലല്ല ഞാൻ ഈ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക കട്ട് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഒരു സവാള കട്ട് ചെയ്തതും 2 തക്കാളി കട്ട് ചെയ്തെടുത്തതും അതേപോലെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും മുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു വെണ്ടയ്ക്ക കറി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അധികം വേവൊന്നും ഇല്ലാത്തതാണ് വെണ്ടയ്ക്ക, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെണ്ടയ്ക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനായി ആവശ്യമായിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയെടുക്കാം. വെണ്ടയ്ക്ക വേവായി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം. 1.5 മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ തൈര് തന്നെ വേണമെന്നില്ല, ഇതിന് പകരം വാളൻപുളി പിഴിഞ്ഞിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയൊക്കെ നല്ലപോലെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക പാകത്തിന് വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. തൈരൊക്കെ ചേർത്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇന്നിപ്പോൾ ഈ ഒരു കറി കൂടാതെ ഞാൻ മീൻ കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയായതിന് ശേഷം നമുക്ക് മീൻ കറിയും കൂടെ തയ്യാറാക്കാം. മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നും ഇവിടെ മുളകിട്ടിട്ടാണ് വെക്കുന്നത്. തേങ്ങ അരച്ച കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഈ കറിയൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പുരട്ടിയിട്ട് മാറ്റി വെക്കട്ടെ. വെണ്ടയ്ക്ക തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ മത്തി ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുഴച്ച് വെച്ചത്. വെണ്ടയ്ക്ക കറി ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ മീൻ കറിക്ക് വേണ്ടുന്ന സവാളയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അത് മതിയാവില്ല, അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. തിരക്ക് പിടിച്ച് എവിടെയെങ്കിലും പോകാനുള്ള ദിവസം ഇതുപോലെ ഞാൻ തക്കാളിയും സവാളയൊന്നും വഴറ്റി കൊടുക്കാൻ നിൽക്കാറില്ല. മീനിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികളൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോയാൽ മുളകിട്ട് വെക്കുന്ന കറി അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. നേരത്തെ സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മത്തിക്കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. ഇതിലേക്ക് 5 വെളുത്തുള്ളി അല്ലി ചതച്ചത് ചേർത്ത് കൊടുക്കാം. മീൻ മുളകിട്ട് വെക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മീൻ കറി ഇറക്കി വെക്കാൻ നേരത്ത് ഇതേപോലെ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുളകിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ച മത്തി ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഉച്ചയൂണിന് നമ്മൾ ധൃതി പിടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ മടിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് റേഷനരി ചോറാണ്. അതിൻ്റെ കൂടെ മത്തി മുളകിട്ടത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.